യാത്രകൾ അങ്ങനെ അവസാനിക്കുന്നില്ല. ഈ പ്രാവശ്യത്തെ ട്രിപ്പ് നമ്മുടെ കമ്പൻ തേനിയിലേക്കാണ്. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് ഈ മുന്തിരിത്തോപ്പിൻ്റെ ഉള്ളിലൊന്ന് പോകണം എന്നുള്ളത്. ഒരുപാട് മോഹൻലാൽ സിനിമകളും അങ്ങനെ ഒരുപാട് സിനിമകളിലൊക്കെ മുന്തിരിത്തോപ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ചെറിയ ചെറിയ തോപ്പുകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അധികം മുന്തിരി ഒന്നും നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യത്തെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് തീരുമാനിച്ച ട്രിപ്പാണ് നമ്മുടെ കമ്പൻ തേനി. ഞങ്ങൾ ചെന്നെത്തിയിട്ടുള്ള ഈ മുന്തിരിത്തോപ്പിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെന്നറിയോ, ഇവിടുത്തെ ചേച്ചിമാരൊക്കെ ഒരു പ്രത്യേക വൈബാണ്. ഫുൾ പാട്ടൊക്കെ വെച്ചിട്ടായിരുന്നു അവിടെ ഡാൻസും പരിപാടികളൊക്കെ. ഞങ്ങൾ പോയത് പെട്ടെന്ന് തന്നെ ആയതുകൊണ്ട് ഇടുക്കി വഴിയാണ് പോയത്. ഞങ്ങൾ വിചാരിച്ചത് ആ വഴിയാണ് കുറച്ചും കൂടി നല്ലതെന്നാണ്. പക്ഷേ ചെന്ന് എത്തിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കുറച്ചും കൂടി നല്ലത് കോയമ്പത്തൂർ വഴിയാണ്. ഒന്ന് നോക്കിയേ കമ്പത്തിൻ്റെ ഭംഗി. എവിടെ നോക്കിയാലും കൃഷികൾ മാത്രമല്ല 4 ഭാഗം മലയാൽ ചുറ്റപ്പെട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. ഞങ്ങളപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് കാണുന്നത് എന്താണ്? മുന്തിരിത്തോപ്പ് തന്നെ. അവിടെ പോയി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചേച്ചിമാരെ കാര്യം, അവർക്ക് ഭയങ്കര ആഗ്രഹം ഞങ്ങൾ ഡാൻസ് കളിക്കണം എന്ന്. പറയേണ്ട താമസം ഞങ്ങൾ ഡാൻസ് കളിച്ചു, മാക്സിമം എൻജോയ് ചെയ്തു. മുന്തിരികൾ കഴിക്കാൻ വരെ കിട്ടിയിട്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് അവിടുത്തെ ചേച്ചിമാരെ ഞങ്ങൾ കുറച്ച് നേരം അധികം അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ പോരുന്ന വഴികളിലൊക്കെ ഒന്ന് ബ്യൂട്ടി ഒന്ന് നോക്കിയേ, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. 4 ഭാഗം മല. പിന്നെ ഞങ്ങൾ പോയ സ്ഥലത്തിന്റെ പേരെന്താ കേട്ടത്? സുരുളി വാട്ടർഫോൾസ് ആണിത്. ഈ സുരുളി വാട്ടർഫോൾസിൽ എങ്ങനെയാന്ന് വെച്ചാൽ 1 കിലോമീറ്റർ ആണ് നടക്കാനുള്ളത്. നമുക്ക് അവിടെ ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ അടിച്ചു പൊളിക്കല്ലേ. ഞങ്ങളൊക്കെ കൂടി വെള്ളത്തിൽ ഇറങ്ങി, കുട്ടികളും എല്ലാവരും കൂടി മാക്സിമം അടിച്ചു പൊളിച്ചിട്ട് വെള്ളത്തിൽ നിന്നാണ് കയറാൻ എന്തൊരു മടിയാണെന്നറിയാം എല്ലാവർക്കും. എന്നാലും ഞങ്ങൾ കയറി. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു സ്ഥലമാണ് ഇതെന്താ സ്ഥലത്തിൻ്റെ പേര്? കോടിലിംഗേശ്വര ക്ഷേത്രം. അതായത് 1 കോടിന് മേലെ ലിംഗം ഉണ്ട് അവിടെ. പിന്നെ അത് മാത്രമല്ല ഏഷ്യയിലെ ഏറ്റവും വലിയ ശിവലിംഗം അവിടെ ഉണ്ട്. ഞങ്ങൾ അവിടെയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ മധുര മീനാക്ഷി വഴിയാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് കമ്പത്തിൻ്റെ ഒരു ബ്യൂട്ടി. മോളിൽ നിന്ന് എടുത്തിട്ടുള്ള വ്യൂ ആണ്. ഞങ്ങൾ ലാസ്റ്റ് മധുര മീനാക്ഷിനെയും കൂടി തൊഴുത് ഞങ്ങൾ വരുന്ന വഴി ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു കേട്ടോ, സെമ്പട്ടി. എന്തൊരു ഭംഗിയാ നോക്കിയേ. ഇത് നമ്മുടെ തുളസിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മുരിങ്ങ